ഇന്ന് ഞങ്ങൾക്ക് ബാങ്കിൽ വരെ ഒന്ന് പോകണമായിരുന്നേ, കുറച്ച് പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട്. അവിടെ ചെന്നപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി ഇരുന്നതേ ഓർമ്മയുള്ളൂ. പിന്നെ അവൾ കരച്ചിൽ തുടങ്ങി. ഇവക്കാണെങ്കിൽ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നൊന്നും ഇഷ്ടമല്ല, ഇങ്ങനെ ഓടി നടക്കണം. അവളെ ഇറക്കി വിടാത്തതിൻ്റെ കരച്ചിലാണ് ഇപ്പോൾ കണ്ടത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രാഹുലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കുറച്ച് ഒപ്പും കുറച്ച് ഡീറ്റെയിൽസും ഒക്കെ പറയേണ്ടതൊക്കെ കാര്യമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മോളെ നോക്കിയത് ഞാനായിരുന്നേ. അപ്പോഴത്തേക്ക് അവളെ അങ്ങോട്ട് ഇറക്കി വിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ കാണുന്നവരുടെ അടുത്തൊക്കെ ഓടിച്ചെല്ലുക, അവിടെ മൊത്തം ഓടിക്കളിയൊക്കെയായിരുന്നു. പിന്നെ അവൾക്ക് വിശപ്പ് വന്നിട്ടായിരിക്കണം അവൾ പിന്നെ അങ്ങോട്ട് കരച്ചിൽ തുടങ്ങി. പിന്നെ നമ്മുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവളെ ഇനി ഇങ്ങനെ നിർത്തിയാൽ പറ്റത്തില്ല, മൊത്തം അലമ്പാക്കും അവിടെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ സ്ഥിര സ്പോട്ടായ ബജ്ജിക്കടയിൽ ചെന്നിട്ട് ഞാൻ എപ്പോഴത്തേയും പോലെ മുട്ട ബജ്ജിയും അവൻ കിഴങ്ങ് ബജ്ജിയുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ മോള് വെള്ളം ഇറക്കുന്നുണ്ടോ. പിന്നെ കൂടാത്തതിന് ഞാൻ പോയി ഒരു ഉള്ളി ബജ്ജിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് അവിടുന്ന് ഏത്തക്കാപ്പമാണ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കൂടെ കൂടിക്കണേ.